കൊച്ചി മരടില് കാറിന് തീ പിടിച്ചു എന്നുള്ളതാണ്. കുണ്ടന്നൂർ പാലത്തിന് സമീപത്താണ് തീ പടർന്നത്. വലിയ തീപിടുത്തമാണ്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. സൈഫുനിസ അലിയാറുണ്ട്. സൈഫു, ഈ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ? എന്താണ് സംഭവിച്ചത്? എന്താണ് സാഹചര്യം? തീ നിയന്ത്രണ വിധേയമായിട്ടില്ല സേതു. കാരണം തീ വലിയ രീതിയിൽ തന്നെ ആളിക്കത്തുകയാണ്. ഈ ഫയർഫോഴ്സ് അടക്കമുള്ളവർ ഇപ്പോഴും ഇവിടേക്ക് എത്തിയിട്ടില്ല. ഇവിടെ കടവന്ത്ര ഫയർഫോഴ്സ് യൂണിറ്റ് സ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴും ഇവിടെ എത്തിയിട്ടില്ല. വലിയ ശബ്ദത്തോടെ ഈ കാറ് പൊട്ടിത്തെറിക്കുകയും ചെയ്തിരുന്നു അല്പസമയം മുമ്പ്. കാരണം നമുക്കറിയാം, പെട്രോൾ ടാങ്ക് അടക്കമുള്ള കാറ് ഒരു പൊട്ടിത്തെറിക്കുന്ന തീ പിടിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയും ഉണ്ട്. ആ രീതിയിൽ പൊട്ടിത്തെറിച്ചു. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ കാറിനകത്ത് ആളുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല. അതായത് ഈ കാറ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് പൊട്ടിത്തെറിച്ചെന്നതിക്കും അടക്കം വ്യക്തമല്ല. ഇത് ഈ സമീപത്തുള്ള ദൃക്സാക്ഷികൾക്കടക്കവും ഇതിനെക്കുറിച്ച് വ്യക്തതയില്ല. ഈ കാറിനകത്ത് ആളുണ്ടോ, ഏത് സാഹചര്യത്തിലാണ്, ഇത് എന്ത് കാറാണ് എന്ന് പോലും മനസ്സിലാവുന്നില്ല. കാരണം ഇതൊരു തീഗോളമായിട്ട് ഇങ്ങനെ കത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് എന്ത് കാറാണെന്ന് പോലും മനസ്സിലാവുന്നില്ല. വാഗണർ ആണോ എന്നൊരു സംശയം മാത്രമേ ഈ സ്ഥലത്തുള്ളവർ പറയുന്നുള്ളൂ. പക്ഷെ ഇവർ കാണുമ്പോൾ തീ വലിയ രീതിയിൽ പടർന്നു പിടിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നമ്പർ പ്ലേറ്റോ അതല്ലെങ്കിൽ വാഹനത്തിനകത്ത് ആളുണ്ടോ എന്നോ ഇതിപ്പോ എത്ര സമയമായി സേഫു ഇത് തീ പടർന്ന് ഈ അപകടം ഉണ്ടായിട്ട് എത്ര സമയമായി? ഇതിപ്പോൾ വളരെ കുറഞ്ഞ സമയമേ ആയിട്ടുള്ളൂ. ഒരു അരമണിക്കൂറോളം ആയിട്ടേ ഉള്ളൂ ഈ രീതിയിൽ തീ പടരാൻ തുടങ്ങിയിട്ട്. പക്ഷേ നമുക്കറിയാം, ഈ കടവന്ത്രയിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയിട്ട് വേണം ഇത് തീ അണയ്ക്കുവാനായതുകൊണ്ട് തീ അണച്ചാൽ മാത്രമേ ഇത് എന്ത് കാറാണോ, ഇതിനകത്ത് ആളുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. പക്ഷെ ഇപ്പോൾ പുറത്തിറങ്ങി നിൽക്കുന്നവരിൽ ആരിൽ നിന്നും ഈ കാറിന്റെ ഉടമയാണെന്ന് പറഞ്ഞ് ആരും സമീപിച്ചിട്ടില്ല നമ്മളെ. അതുകൊണ്ട് തന്നെ നമുക്ക് അതിലൊരു ആശങ്ക ഉണ്ട്. കാരണം കാറിനുള്ളിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് അത് വലിയ ആശങ്കയാണ്. അകത്ത് ആളുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് വ്യക്തതയില്ല. കാരണം ഫയർഫോഴ്സ് എത്തി തീ അണച്ചാൽ മാത്രമേ കാറിന്റെ അകത്ത് ആളുണ്ടോ എന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ. ഇപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെ തീ പടരുന്നത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ കാറിൽ നിന്ന് ആളുകൾ ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി ഓടാറുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ കൂട്ടത്തിനുള്ളിൽ നിന്ന് അവരെ കണ്ടെത്താനാകും. പക്ഷെ അങ്ങനെ ഒരാളെ പോലും നമുക്കിപ്പോൾ കണ്ടിട്ടില്ല. കാറിന്റെ ഉടമയാണെന്നോ അല്ലെങ്കിൽ കാറിന്റെ ഓടിച്ചിരുന്ന ആളാണെന്നോ എന്ന് പറഞ്ഞൊന്നും ആരും ഇതുവരെ നമ്മളെ സമീപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അതാണ് ഒരു ആശങ്ക ഉയർത്തുന്ന കാര്യം. അതോ ഇവിടെ പാർക്ക് ചെയ്തിരുന്ന വാഹനമാണോ എന്നതും നമുക്ക് മനസ്സിലാകുന്നില്ല. ഈ ആളുകൾ കാണുമ്പോൾ ഇത് പെട്ടെന്ന് തീ പിടിക്കുന്നതാണ് കണ്ടത്. കുണ്ടന്നൂരിന് സമീപം എവിടെയാണ് സേഫ്? ഇത് റോഡിൽ ഈ ഹൈവേക്ക് സമീപമാണോ അതോ? തീർച്ചയായും ഹൈവേക്ക് സമീപം തന്നെയാണ്. കുണ്ടന്നൂര് പാലത്തിനടുത്ത് സമീപത്തായിട്ട് ഒരു പണി തീരാത്ത ഒരു ബിൽഡിംഗ് ഉണ്ട്, ഒരു ചെരിഞ്ഞ ബിൽഡിംഗ് ഉണ്ട്. ചെയ്തവർക്കും കണ്ടിട്ടുണ്ടാവും. നമുക്ക് ആ വാഹനത്തിൽ ആ ഭാഗത്തൂടെ പോകുമ്പോഴൊക്കെ ആ സ്ഥലം നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ള സ്ഥലമാണ്. കാരണം ആ ബിൽഡിങ്ങിന്റെ ഒരു രൂപം കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഭാഗം കുറച്ചുകൂടെ വ്യക്തമാകും. ഒരു ചെരിഞ്ഞ ബിൽഡിംഗ് ഉണ്ട്, പണി തീരാത്ത ബിൽഡിംഗ് ആണ്. ഏറെ കാലമായി അത് പണി തീരാതെ കിടക്കുന്നതാണ്. അതിങ്ങനെ നശിച്ചു കിടക്കുന്ന ഒരു കെട്ടിടമാണ്. ഈ കെട്ടിടത്തിന് നേരെ മുൻപിലായാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്, ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വാഹനം അവിടെ പാർക്ക് ചെയ്തിരുന്ന ആളാണോ അതെയോ അതിലൂടെ പാസ് ചെയ്തു പോയപ്പോൾ അപകടം ഉണ്ടായതാണോ ഒന്നും നമുക്കിതിൽ വ്യക്തതയില്ല. കാരണം ഇതിൽ ഈ തീ അണച്ചാൽ മാത്രമേ ഇത് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. തീ അണച്ച ശേഷം മാത്രമേ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിപ്പം വലിയ തീപിടുത്തമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ ഇത് കൊച്ചി മരടിലാണ്, കുണ്ടന്നൂർ പാലത്തിൻ്റെ സമീപത്താണ് ഈ വലിയ തീപിടുത്തം. ഒരു കാറിൽ നിന്നും തീ പടർന്നതാണെന്ന് മനസ്സിലാകുന്നു. ചുറ്റും തീ ഈ ഒരു വലുതായി അത് പടർന്ന് വലിയ ഓളത്തിൽ അത് കത്തിക്കൊണ്ടിരിക്കുകയാണ്. കാറിനുള്ളിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന കാര്യത്തിലാണ് ഒരു ആശങ്കയുള്ളത്. ആ കാറ് ഇപ്പോൾ നമുക്ക് കാണാം, അത് പൂർണ്ണമായിട്ടും അകമൊക്കെ പൂർണ്ണമായിട്ടും കത്തി നശിച്ചു. പുറംഭാഗം മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഫുള്ള് കത്തി നശിച്ച ഒരു രീതിയാണ്. ഇപ്പം ഫയർഫോഴ്സ് അവിടേക്ക് എത്തുന്നു. ഫയർഫോഴ്സ് ഉടൻ തന്നെ അവിടെ തീ അണയ്ക്കൽ ആരംഭിക്കും. ഈ തീ അണച്ചതിന് ശേഷമാകതെ അവരെത്തുന്ന ദൃശ്യങ്ങൾ കൂടി നമുക്ക് ലഭ്യമാണ്. ഫയർഫോഴ്സ് എത്തുന്നേ ഉള്ളൂ. എത്തിയതിനു ശേഷം ഇനിയിപ്പോൾ അവർ ദൗത്യം തുടങ്ങി ഈ തീ ഏറെക്കുറെ ഒന്ന് നിയന്ത്രണ വിധേയമായി കഴിഞ്ഞാൽ മനസ്സിലാവും ഇനി കാറിനുള്ളിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത്. അതാണ് പ്രാഥമികമായിട്ടും ആദ്യം അറിയേണ്ട കാര്യവും അതാണ്. കാറിനുള്ളിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത്. അത് കഴിഞ്ഞാൽ ഒരു സമാധാനമാണ്. അപ്പോൾ അതിലേക്ക് അവിടെ ആളുകളും ഒക്കെ ഉണ്ട്, നാട്ടുകാരൊക്കെയും അവിടെ ഉണ്ട്. ഫയർഫോഴ്സ് എത്തി. ഒരു യൂണിറ്റ് ഫയർഫോഴ്സാണ് എത്തിയിരിക്കുന്നത്. ഫയർഫോഴ്സിന് ഈ തീ അണയ്ക്കൽ ആരംഭിക്കും. സേഫു, ഇപ്പം ഈ ദൃശ്യങ്ങളനുസരിച്ച് ഫയർഫോഴ്സ് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഉടൻ തന്നെ ദൗത്യം തുടങ്ങുമായിരിക്കും അല്ലേ?
തീർച്ചയായും ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ തീ അണയ്ക്കാനുള്ള ശ്രമമായിരിക്കും ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. ഫയർഫോഴ്സ് ഇപ്പോൾ വെള്ളമൊഴിച്ച് തീ കെടുത്തി കഴിഞ്ഞാൽ മാത്രമേ ആ കാറിനകത്ത് ആരെങ്കിലും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തത വരികയുള്ളൂ. അതാണ് ഇപ്പോൾ നമുക്ക് അറിയേണ്ടതും. കാരണം നമ്മളെ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം അത് തന്നെയാണ്. ഈ കാറിനകത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ കാറ് വാഹനം ഓടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇതിൽ തീപിടുത്തമുണ്ടായത്, അതല്ലെങ്കിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനമാണോ എന്നുള്ള കാര്യത്തിലടക്കം വ്യക്തത വരണമെങ്കിൽ ഈ തീ അണച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ പ്രദേശത്തോ അല്ലെങ്കിൽ സമീപത്തുണ്ടായിരുന്നവർക്കൊന്നും തന്നെ ഇതെങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്ന കാര്യത്തെപ്പറ്റി കൃത്യമായ ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് മനസ്സിലായാൽ മാത്രമേ നമുക്കൊരു ആശ്വാസകരമായ ഒരു കാര്യം എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഇത് എന്ത് വാഹനമാണെന്ന് അറിയണം, ഇത് ആരുടെ വാഹനമാണെന്ന് അറിയണം, ഈ വാഹനത്തിൽ ആളുണ്ടോ എന്ന് അറിയണം. ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ആദ്യഘട്ടത്തിൽ ഈ തീ അണയ്ക്കണം. ഏതായാലും തീ അണയ്ക്കുന്ന ശരി. അപ്പൊ അവിടെ ദൗത്യം തുടങ്ങി. ഇപ്പൊ എത്രയും വേഗം തന്നെ ആ തീ നിയന്ത്രണ വിധേയമാകും. മാത്രമല്ല ഇനി കാറിനുള്ളിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന കാര്യത്തിൽ അതിലും ഒരു വ്യക്തത വരും. സൈഫിനി സലിയാറാണ് വിവരങ്ങൾ നൽകിയത്. ഇത് നമ്മുടെ കൊച്ചി കുണ്ടന്നൂർ പാലത്തിന് സമീപത്താണ് ഈ വലിയൊരു തീപിടുത്തം ഉണ്ടായത്.